നമസ്കാരം, എല്ലാവർക്കും ഗിരീഷ് സാറാണ്. ഒന്നും പഠിക്കാത്തവർ പറഞ്ഞാൽ ഇപ്പം ചിലർക്ക് ടെൻഷനാണ്, ഡെറിവേഷനൊക്കെ മറന്നു പോകുന്നു. ഇതൊന്ന് ഓർമ്മ വെച്ച് നിങ്ങൾ ഒന്ന് നോക്കിക്കൊണ്ട് പോയാൽ ഇനിയും നമുക്ക് മണിക്കൂറുകൾ ബാക്കിയുണ്ട്. പഠിക്കാൻ ഇഷ്ടം പോലെ സമയം ഇപ്പോഴും ഉണ്ട്. ഒന്നും പഠിക്കാത്തവർ പോലും ഇത് കണ്ടുപഠിക്കുക. മാക്സിമം ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് മാക്സിമം ഷെയർ ചെയ്യുക. ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻറ്റ് വീഡിയോസാണ്. സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ ആദ്യമായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇനി നിങ്ങൾക്ക് അടുത്ത ദിവസം ബയോളജിയും കെമിസ്ട്രിയും എല്ലാം ഇതുപോലുള്ള മാത്സ് അല്ല ഇതുപോലുള്ള സൂപ്പർ വീഡിയോസ് വരും. അന്നേരം പറയാൻ വന്നത്, ഇതുവരെയും പഠിക്കാത്ത കുട്ടികൾക്ക് ഇങ്ങനെയുള്ള ടോപ്പിക്സ് നിങ്ങൾ പഠിച്ചുകൊണ്ട് പോവുക. ഒന്ന്, വീൻസ്റ്റൺ ബ്രിഡ്ജ്, കറണ്ട് ഇലക്ട്രിസിറ്റിക്കകത്ത് വീൻസ്റ്റൺസ് ബ്രിഡ്ജ്, P/Q = R/S. അതിൻ്റെ കൂട്ടത്തിൽ കിർച്ചോഫിൻ്റെ ലോസ് പഠിച്ചേക്കുക. കൺവേർഷൻ ഓഫ് ഗാലനോമീറ്റർ ഇൻറ്റു അമ്മീറ്ററും കൺവേർഷൻ ഓഫ് ഗാലനോമീറ്റർ ഇൻറ്റു വോൾട്ട് മീറ്ററും പഠിച്ചേക്കുക. AC LCR സർക്യൂട്ട്, ഇമ്പിഡൻസ്, പവർ ഫാക്ടർ. ഓക്കെ. പിന്നെ ഡ്യുവൽ നേച്ചറിനകത്തെ മെത്തേഡ്സ് ഓഫ് ഇലക്ട്രോൺ എമിഷൻ, 3 ഗ്രാഫുകൾ ഡ്യുവൽ നേച്ചറിൻ്റെ പഠിക്കുക. ഐൻസ്റ്റീൻ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ, ഇതെല്ലാം ചെറിയ ടോപ്പിക്കാണ്, ചെറിയ ടോപ്പിക്ക്. സെമി കണ്ടക്ടറിനകത്തെ റെക്ടിഫയർ, ഹാഫ് വെയർ റെക്ടിഫയറും ഫുൾ വെയർ റെക്ടിഫയറും നിർബന്ധമായിട്ടും പഠിക്കുക. റേ ഒപ്റ്റിക്സിനകത്തെ റിഫ്രാക്ഷൻ ത്രൂ പ്രിസവും ലെൻസ് മേക്കേഴ്സ് ഫോർമുലയും പഠിക്കാതെ പോകരുത്. 2 ചോദ്യങ്ങളുടെ കപ്പാസിറ്റേഴ്സ് ഇൻ സീരീസും കപ്പാസിറ്റേഴ്സ് ഇൻ പാരലും, അതിൻ്റെ കൂട്ടത്തിൽ ഗോസസ് തിയറും അതിൻ്റെ പ്രൂഫും ആപ്ലിക്കേഷനും. ഇത്രയും ചോദ്യങ്ങൾ നിങ്ങൾ പഠിച്ചുകൊണ്ട് പോയാൽ നിങ്ങൾക്ക് നല്ല മാർക്ക്, അത്യാവശ്യം നിങ്ങൾക്ക് ഉറപ്പിക്കാം, നിങ്ങൾക്ക് ഒരു മിനിമം മാർക്ക് നിങ്ങൾക്ക് ഇതിൽ നിന്ന് സ്കോർ ചെയ്യാം. ഇത് പഠിക്കാതെ പോകരുത്. ഇത്രയും ചോദ്യങ്ങൾ നിങ്ങൾ പതുക്കെ ഒന്നുകൂടെ വീഡിയോ കേട്ടാൽ പോലും നിങ്ങൾക്ക് 2 മിനിറ്റ് ചിലവാകത്തുള്ളൂ. ഒന്ന് എഴുതിയിടുക, പെട്ടെന്ന് പഠിക്കുക. ഓക്കെ. ചെറിയ ഇന്നത്തെ ചോദ്യങ്ങൾ വരുന്ന വീഡിയോസ്, ഇതുപോലുള്ള ചോദ്യങ്ങൾ വരുന്ന വീഡിയോസ് പെട്ടെന്ന് 1 മണിക്കൂറിനുള്ളിൽ വരും. നെവർ എവർ ഗിവ് അപ്പ്.